നമസ്കാരം. കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ 10 ദിവസമാകാൻ പോകുന്നു. തമിഴ്നാട്ടിലും അതേപോലെ പശ്ചിമ ബംഗാളിലും കൂടി ഇലക്ഷൻ കഴിഞ്ഞാൽ മെയ് 4-ാം തീയതി വോട്ടെണ്ണൽ നടക്കും. പുതുച്ചേരിയിലും അതേപോലെ ആസാമിലുമാണ് കേരളത്തോടൊപ്പം നേരത്തെ ഇലക്ഷൻ നടന്നത്. ഇതിനിടയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി വലിയ വിവാദ പ്രസംഗം നടത്തിയത്. ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തില്ല. അങ്ങനെയുള്ള പല വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കെ കേരളത്തിലെ ഇലക്ഷനെ കുറിച്ച് വളരെ ഗൗരവമായിട്ടാണ് CPM കേന്ദ്ര കമ്മിറ്റി കാര്യങ്ങൾ പഠിക്കുന്നത്. അവർക്ക് ഇപ്പോൾ കൃത്യമായ വിവരങ്ങൾ നൽകിയിരിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ CPM നടത്തിയ അടിത്തട്ട് വരെയുള്ള സർവേയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന 88 മുതൽ 101 സീറ്റ് വരെ UDF വിജയിക്കുമെന്ന്. അതിനർത്ഥം 140 സീറ്റുകളിലും UDF വിജയിക്കാനാണ് സാധ്യത എന്നുള്ള റിപ്പോർട്ട്. അതായത് ഈ CPM-ന്റെ റിപ്പോർട്ടിൽ 88 മുതൽ 101 വരെ സീറ്റുകൾ UDF നേടുമെന്ന് കൃത്യമായി പറയുമ്പോൾ MV ജയരാജൻ പറഞ്ഞ ഒരു ഭാഗമുണ്ട്, ധർമ്മടത്ത് പോലും വിശ്വാസമില്ല വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഓരോ മണ്ഡലത്തിൽ അത്രയും ശക്തമായ മത്സരമാണെന്ന് MV ജയരാജൻ പറഞ്ഞാൽ അതിനർത്ഥം പല സ്ഥലത്തും UDF വിജയിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ UDF-ന് ഒരു ബലികേറാ മലയായിട്ടുള്ള 3 ജില്ലകളുണ്ട്. ഒന്ന് കൊല്ലം, ഒന്ന് ആലപ്പുഴ, ഒന്ന് നമ്മുടെ കോഴിക്കോട്. ഈ 3 ജില്ലകൾ എന്നും എപ്പോഴും UDF-നോട് മുഖം തിരിച്ചു നിൽക്കുന്ന ജില്ലകളാണ്. ഇവിടെയൊക്കെ തന്നെ വിരലിൽ എണ്ണാവുന്ന കോൺഗ്രസിന് സീറ്റുകൾ കിട്ടുന്ന സ്ഥലമാണ് കോഴിക്കോട്. കഴിഞ്ഞ തവണ 2 സീറ്റുകളാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് വടകരയിൽ KK രമയും അതേപോലെ കൊടുവള്ളിയിൽ MK മുനീറും. ഒന്ന് മുസ്ലിം ലീഗിന് കിട്ടി, ഒന്ന് KK രമ RMP കിട്ടി. ഇതേപോലെ ആലപ്പുഴയിൽ കടന്നപ്പോൾ ഹരിപ്പാട് മാത്രമാണ് നമ്മുടെ രമേശ് ചെന്നിത്തലയോടൊപ്പം നിന്നിട്ടുള്ളത്. ആ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞാൽ, കൊല്ലത്തേക്ക് കടന്നു കഴിഞ്ഞാൽ കരുനാഗപ്പള്ളിയും അതേപോലെ കുണ്ടറയുമാണ് അവിടെ സ്ഥാനാർത്ഥികളുടെ മികവ് കൊണ്ട് കഴിഞ്ഞ തവണ ജയിച്ചിട്ടുള്ളത്. കൊല്ലത്ത് 11 സീറ്റും ആലപ്പുഴയിൽ 9 സീറ്റും കോഴിക്കോട് 13 സീറ്റ് അടക്കം 33 സീറ്റുകളാണ് മൊത്തത്തിലുള്ളത്. ഇതിൽ നമ്മൾ ആദ്യം തന്നെ കൊല്ലത്തേക്ക് കടക്കാം. ഇത്തവണ CPM-ന്റെ സർവേ, അതായത് CPM നൽകിയ സർവേയിൽ ഏറ്റവും അധികം തിരിച്ചടി കിട്ടുന്ന 3 ജില്ലകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 3 ജില്ലകൾ പിടിച്ചു നിൽക്കാതെ വന്നപ്പോഴാണ് CPM-ന്, അതായത് ഇടതുപക്ഷത്തിന് അധികാരം കിട്ടാതെ പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ 3 ജില്ലകളിൽ വ്യാപകമായ രൂപത്തിൽ അട്ടിമറികൾ നടക്കുന്നു. CPM-ന് വോട്ട് ചോർച്ച നടന്നിരിക്കുന്നു. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വളരെ ശക്തമായ രൂപത്തിൽ അടിയൊഴുക്ക് നടന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കൊടുത്തിരിക്കുന്നത്. കൊല്ലത്തും ആലപ്പുഴയിലും പറയുന്നത് കഴിഞ്ഞ തവണ അടക്കം VS അച്യുതാനന്ദന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ സംഘടിതമായി ഇത്തവണ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈഴവരിൽ നല്ല ശക്തമായൊരു വിഭാഗം UDF-ലേക്ക് മാറിയിരിക്കുന്നു. BJP-യിലേക്ക് പോകേണ്ടതിന് പകരം UDF-ലേക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഏരിയയിലൊക്കെ തന്നെ BJP ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ആലപ്പുഴ ജില്ലയിൽ ശോഭാ സുരേന്ദ്രൻ വന്ന് 2,99,000 വോട്ട് നേടി എന്ന് പറയുമ്പോൾ ഒരു മണ്ഡലത്തിൽ നിന്ന് തന്നെ ഏകദേശം 40,000-ൽ മേലെ വോട്ട്, 41,000-ൽ മേലെ വോട്ട് ഒരു മണ്ഡലത്തിൽ ആവറേജ് നേടി എന്നുള്ളതാണ്. ഇത് CPM-നെ ഞെട്ടിച്ച കാര്യമാണ്. അതുകൊണ്ട് നേട്ടമുണ്ടായത് ആർക്കാണ്? UDF-നാണ്. കഴിഞ്ഞ ആലപ്പുഴ ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ള നേട്ടത്തിൽ അവിടെ 2,99,000 വോട്ട് നേടിയപ്പോൾ അവിടെ വിജയിച്ചതാരാണ്? നമ്മുടെ KC വേണുഗോപാലാണ്. KC വേണുഗോപാലിന് വിജയം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് ആര് വഹിച്ചു? ശോഭാ സുരേന്ദ്രൻ വഹിച്ചു എന്നുള്ളതാണ്. കാരണം CPM-ന്റെ വോട്ട് കുറഞ്ഞത് മുഴുവൻ ആർക്ക് പോയി ഗുണമായി മാറി? KC വേണുഗോപാലിന് മാറി. അപ്പൊ ആ KC വേണുഗോപാലിന് മാറി ഈ വോട്ട് KC വേണുഗോപാൽ വിജയിക്കുന്നതിന് ഒരു പരിധിവരെ BJP-യുടെ വഴി ഈഴവരുടെ ഒരു ബഹുഭൂരിപക്ഷവും ആരെടുത്താണ്? CPM-ന്റെ കൂടെയാണ്. ആ CPM-ൽ ഉണ്ടായിരുന്ന ആളുകളാണ് കഴിഞ്ഞ തവണ BJP-ക്ക് പോയി. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്നില്ല. അങ്ങനെ ഒരു കാലിബറുള്ള ക്രൗഡ് പുള്ളറായ നേതാവ് നിൽക്കുന്നില്ല. വോട്ട് അട്ടിമറിക്കാൻ കഴിവുള്ള ഒരു നേതാവ് നിൽക്കുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇത്തവണ കൊല്ലത്തും ആലപ്പുഴയിലും അതേപോലെ കോഴിക്കോടും ഒരേ പാറ്റേണിൽ UDF-ലേക്ക് വോട്ടുകൾ മറിഞ്ഞിരിക്കുന്നു. കുറേ കാരണങ്ങൾ പറയും. ഒന്നാമത്തെ കാരണം ഭരണവിരുദ്ധ വികാരവും പിണറായി വിജയനോടുള്ള വിരോധവുമാണ്. 2, VS അച്യുതാനന്ദനോടുള്ള അനുയായികൾ ഒന്നടക്കം UDF-ന് വോട്ട് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഒറ്റക്കെട്ടായിട്ട് UDF-ലേക്ക് പോയിരിക്കുന്നു. ശബരിമല കൊള്ളയും മറ്റുള്ള ഭരണവിരുദ്ധ വികാരവും ഇതേപോലെ പ്രധാന ഘടകമായിരിക്കുന്നു. ഇപ്പൊ നമുക്ക് കൊല്ലം ജില്ലയിലേക്ക് കടക്കാം. കൊല്ലം ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകൾ കഴിഞ്ഞ തവണ 2 സീറ്റുകളാണ് കരുനാഗപ്പള്ളിയും അതേപോലെ കുണ്ടറയുമാണ് UDF-ന് അനുകൂലമായി മാറിയുള്ള മഹേഷും അതേപോലെ വിഷ്ണുനാഥാണ് വിജയിച്ചത്. ഇത്തവണ അതിൽ നിന്ന് മാറി
11 സീറ്റിൽ ചിലപ്പോൾ 9 സീറ്റുകൾ വരെ നേടാം. ശരിക്കും പറഞ്ഞാൽ 7 സീറ്റ് വരെയും 2-3 സീറ്റുകൾ ടൈറ്റ് ഫൈറ്റ് എന്നാണ് പറയുന്നത്. എന്നിട്ടും 7 സീറ്റായിട്ടാണ് നമ്മുടെ കണക്കുട്ടികൾ കഴിഞ്ഞ റിപ്പോർട്ടിൽ. എന്നാൽ 11 സീറ്റിൽ 9 സീറ്റുകൾ വരെ UDF കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇതിലെ ഏറ്റവും പ്രധാനം കൊല്ലം മുകേഷിന് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിത്വം കൊടുത്ത വഴി അദ്ദേഹം ഒരു ആഭാസനാണെന്ന് അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയും. അവിടെ ജനങ്ങളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ കൊഞ്ഞനം കുത്തുകയായിരുന്നു മുകേഷ് എന്ന നടൻ. മാധവന്റെ മകൻ പെണ്ണുപിടുത്തക്കാരനാണ്, ബലാത്സംഗ വീരനാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്ന കാര്യമാണ്. അങ്ങനെ ആ മണ്ഡലം ഇത്തവണ ബിന്ദു കൃഷ്ണ ഏറ്റവും ചുരുങ്ങിയ 15,000-ന് 20,000-ന് ഇടയിലുള്ള വോട്ടിന് വിജയിക്കുമെന്നുള്ളതാണ്. രണ്ടാമത് ചവറയിൽ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ സഹോദരി LDF സ്ഥാനാർത്ഥിയുടെ ഒരു ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുന്നു എന്നുള്ള വിവരം കൂടി അവിടുന്ന് വലിയ പ്രചാരം നടന്നിരുന്നു. നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ സഹോദരിയുമായ ഒരു അഡ്വക്കേറ്റാണ്. അവർ സീനിയർ പ്രോസിക്യൂട്ടർ യാതൊരു അധികാരവും അവർക്ക് കഴിവില്ലാത്ത, അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ പിടിച്ച് ആരോഗ്യമന്ത്രിയുടെ ബന്ധത്തിൽ കൊണ്ട് മാത്രം കിട്ടിയ പോസ്റ്റാണ്. അങ്ങനെയുള്ള ആരോപണങ്ങളുള്ള ആളാണ് ഇത്തവണ LDFന്റെ സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്, ആരുടെ കൂടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമ്മൾ അവരെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല, അവർ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ സ്വന്തം ഇവിടെ ഇത്തവണ നമ്മുടെ ഷിബു ബേബി ജോൺ കഴിഞ്ഞ തവണകളിലെല്ലാം തന്നെ പരാജയപ്പെട്ടിരുന്നു. ഇവിടെ 15,000-ൽ മേലെ വോട്ടിന് UDF വിജയിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ CPM റിപ്പോർട്ട് പറയുന്നത്. ഇതേപോലെ തന്നെ ചടയമംഗലം വലിയ അട്ടിമറിയാണ് നസീർ നടത്താൻ പോകുന്നത്. ചിഞ്ചുറാണി ദയനീയമായി പരാജയപ്പെടുമെന്ന് തന്നെയാണ് പറയുന്നത്. പത്തനാപുരത്ത് ഏറ്റവും വലിയ അട്ടിമറി നടക്കും. ചിലപ്പോൾ 10-30,000 വോട്ടിന് ഗണേഷ് കുമാർ പരാജയപ്പെടും. ചാമക്കാല അവിടെ വൻ വിജയം നേടുമെന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. പത്തനാപുരത്തെ പോലെയാണ് കൊട്ടാരക്കര ആയിഷ പോറ്റി വൻ അട്ടിമറികളോട് കൂടിയിട്ട് 10,000-ൽ മേലെ വോട്ടിന് വിജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് CPM റിപ്പോർട്ടുള്ളത്. ഇതേപോലെ തന്നെ കുണ്ടറയിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും വിഷ്ണുനാഥ് ജയിക്കും. വൻ വിജയമായിരിക്കും അവിടെ. കരുനാപ്പള്ളി കഴിഞ്ഞ തവണ 25,000 വോട്ടിന് ജയിച്ചിട്ടുണ്ട്. ഇത്തവണയും സമാനമായിട്ടുള്ള രൂപത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇരവുപുരത്ത് അട്ടിമറികൾ നടക്കാൻ സാധ്യത കുറവാണ്, എന്നിരുന്നാലും ഈക്വൽ ഫൈറ്റ് ആണെന്നാണ് പറയുന്നത്. അതേപോലെ കുന്നത്തൂർ ഇത്തവണ അട്ടിമറി വിജയം നേടുമെന്ന് തന്നെയാണ് UDF കരുതുന്നത്. അവിടെ വലിയ പോരാട്ടമാണ് നടക്കുന്നത്, ബന്ധുക്കൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഇതേപോലെയാണ് ചാത്തന്നൂർ BJP വലിയ മുന്നേറ്റം നടത്തിയ ഒരു സ്ഥലമാണ്. 10-40,000 വോട്ട് അവർ നേടിയിരുന്നു. പക്ഷേ ഇത്തവണ അവിടെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളടക്കം ഒറ്റക്കെട്ടായി മാറുകയും CPMന്റെ VS പക്ഷത്തിന് വലിയ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. അവിടെ VS പക്ഷത്തിന്റെ ആളുകൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളതാണ് പുറത്തു വരുന്നത്. കൊല്ലം ജില്ല മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വലിയ അട്ടിമറികൾ നടക്കുന്നു എന്നുള്ളതാണ് CPMനെ ഞെട്ടിച്ചിരിക്കുന്നത്. എന്നും അവിടെ CPMന്റെയും CPIയുടെയും ഏറ്റവും ശക്തി കേന്ദ്രമാണ്. കേരളത്തിൽ CPI ഏറ്റവും കൂടുതൽ മത്സരിക്കുന്ന സ്ഥലമാണ് കൊല്ലം കഴിഞ്ഞാൽ തൃശ്ശൂരും കൊല്ലവുമാണ് CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്നത്. ഇത്തവണത്തോടുകൂടി CPIയുടെ അവസ്ഥ പൂർണ്ണമായും പരാജയമായി മാറും. കൊല്ലവും തൃശ്ശൂരിലും വൻ തിരിച്ചടിയാണ് CPIയെ കാത്തിരിക്കുന്നത്. കൊല്ലത്ത് നിന്നുള്ള തിരിച്ചടി ചെറുതൊന്നായിരിക്കില്ല. അപ്പോൾ 11 സീറ്റിൽ 9 സീറ്റാണ് അവിടെ നേടുന്നതെന്ന് ആലോചിക്കുമ്പോൾ UDF നേടുന്നത് ആലോചിക്കുമ്പോൾ എന്തൊരു ഭീകരമായ പരാജയമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ CPM റിപ്പോർട്ട് പ്രകാരം 9 സീറ്റുകളിൽ UDF വിജയിക്കുമെന്നാണ് ധാരണയെങ്കിൽ അവിടെ 11 സീറ്റും ചിലപ്പോൾ UDF നേടാമായിരിക്കാം. ഇതേപോലെയുള്ളതാണ് ആലപ്പുഴയിൽ കടക്കുമ്പോൾ VS അച്യുതാനന്ദന്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ ആരാധകർ അല്ല അദ്ദേഹത്തോട് താല്പര്യമുള്ള ആൾക്കാർ ഒന്നടങ്കം ഇത്തവണ UDFന് അനുകൂലമായി വോട്ട് ചെയ്ത സ്ഥലമാണ് എന്നുള്ളതാണ് CPM റിപ്പോർട്ട് പറയുന്നത്. ഇത് എല്ലാ മണ്ഡലങ്ങളിലും ദൃശ്യമാണ്. അദൃശ്യ ശക്തിയായിട്ട് പ്രവർത്തിച്ചു. അതിലുപരിയായിട്ട് സുധാകരന്റെ അനുയായികൾ എല്ലാ സ്ഥലത്തും വലിയ അട്ടിമറികളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പിണറായി വിരുദ്ധ വികാരമാണ് ആഞ്ഞടിച്ചിരിക്കുന്നത്. മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഇതേപോലെ ഒറ്റയടിക്ക് UDFിലേക്ക് പോയി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതായി കാണേണ്ടതുണ്ട്. വെള്ളാപ്പള്ളി നടേശനോടുള്ള എതിർപ്പ് ഏറ്റവും രൂക്ഷമായ ജില്ല. വെള്ളാപ്പള്ളിയെ കൂട്ടിയാൽ ഹിന്ദു വോട്ടുകൾ ഒന്നിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ എത്രയും കാലം സംരക്ഷിക്കുകയും കിട്ടുന്ന പൈസക്ക് അടിച്ചു മാറ്റുകയും ചെയ്ത രണ്ടുപേരും കൂടി. എന്നാൽ അതിന് തിരിച്ചടി ഇപ്പോൾ ഈഴവരടക്കം UDFന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളതാണ്. 9 സീറ്റാണുള്ള 9 സീറ്റിൽ 7 സീറ്റിലും UDF വിജയിക്കുമെന്നാണ് CPM സർവേയിൽ പറയുന്നതെങ്കിൽ 9 സീറ്റും UDF നേടാം. ഏതൊക്കെ സീറ്റുകളാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ചെങ്ങന്നൂരിൽ അബി കുര്യാക്കോസ് ജയിക്കുമെന്നുള്ള ഒരു വിശ്വസനീയമായ കാര്യമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് CPM റിപ്പോർട്ടിൽ പറയുന്ന അബി കുര്യാക്കോസ് അട്ടിമറി വിജയം സജി ചെറിയാനെ നേടും എന്നുള്ളതാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം മാവേലിക്കരയാണ്. മാവേലിക്കര ഈക്വൽ ഫൈറ്റ് ആണ്. അവിടെ LDF ആയിരിക്കും വിജയിക്കുക എന്നുള്ളതാണ് പറയുന്നത്.
ഇതേപോലെ തന്നെയുള്ള മറ്റൊരു സ്ഥലമാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ KSU നേതാവ് മർദ്ദനമേറ്റ KSU നേതാവിനെ തന്നെ രംഗത്തിറക്കി UDF വൻ വിജയം. അവിടെ വല്ലാത്തൊരു വികാരം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അവിടെയും UDF വിജയിക്കാനാണ് സാധ്യത. ഇതേപോലെ ചേർത്തല പ്രസാദ് വിജയിക്കുന്ന സ്ഥലമാണെങ്കിൽ G സുധാകരന്റെ എഫക്റ്റ് ഏറ്റവും ശക്തമായ രൂപത്തിൽ ആഞ്ഞടിച്ചുള്ള സ്ഥലമാണ് ചേർത്തല. അവിടെ UDF വിജയിക്കുമെന്നാണ് പറയുന്നത്. ഇതേപോലെയാണ് അരൂരിൽ വൻ അട്ടിമറി തന്നെയാണ് നടക്കാൻ പോകുന്നത്. വൻ അട്ടിമറി. അരൂരിൽ നടക്കുന്ന അട്ടിമറി ചെറുതൊന്നുമല്ല. ഷാനിമോൾ ഉസ്മാൻ അവിടെ നിന്ന് വിജയിക്കും. അവിടെ ആരിഫ് ആയിരുന്നെങ്കിൽ വിജയിക്കുമായിരുന്നു. അതിനിടയിലാണ് അവിടെ പാലം നിർമ്മാണത്തിൽ വൻ അഴിമതി നടന്നു എന്നുള്ള വാർത്തകളും വന്നത്. അത് തീർച്ചയായും വലിയ പെരുമ്പളത്തെയുള്ള പാലം നിർമ്മാണത്തിൽ ഏകദേശം 36 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ആ പുറത്തു വന്നത് വലിയ തോതിൽ അവിടെ നെഗറ്റീവായിട്ട് മാറി. മാത്രമല്ല പാലം നിർമ്മാണം പൂർത്തിയാക്കാതെ പിണറായി വിജയൻ വന്ന് വലിയ കോടികളുടെ പരസ്യം ചെയ്ത് വലിയ പബ്ലിസിറ്റി കൊടുത്ത് പരസ്യം ചെയ്തിട്ടും അവിടെ പാലം പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ള ഒരു എഫക്റ്റ് കൂടി ഉണ്ടായി എന്നുള്ളതാണ് CPM റിപ്പോർട്ട് പറയുന്നത്. ഇതേപോലെ നമുക്ക് നേരത്തെ അറിയുന്ന ഹരിപ്പാട് രമേശ് ചെന്നിത്തല EC വാക്ക് ഓവർ ഏരിയയും അവിടെ ശോഭാ സുരേന്ദ്രൻ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ രമേശ് ചെന്നിത്തല ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് നീങ്ങുമായിരുന്നു. കായംകുളത്ത് പ്രതിഭയ്ക്കെതിരെ ശക്തമായ വികാരവും അതേപോലെ ലിജു അവിടെ വ്യക്തിപരമായി തന്നെ വൻ വോട്ട് നേടുമെന്നുള്ള ലിജു അവിടെ വിജയിക്കുമെന്നുള്ള ഒരു റിപ്പോർട്ടാണ് അവിടെ നിന്ന് വന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് അമ്പലപ്പുഴയാണ് വാട്ടർലൂ എന്ന് പറയാൻ പറ്റും. ആലപ്പുഴയുടെ മൊത്തത്തിൽ പിക്ചർ മാറ്റിക്കൊടുത്തത്, അല്ലെങ്കിൽ കൊല്ലം ജില്ലയുടെ മൊത്തം ചിത്രം മാറ്റിക്കൊടുത്തത് അമ്പലപ്പുഴയിൽ ഏറ്റവും ചുരുങ്ങിയ 20,000 വോട്ടിനെങ്കിലും ഭൂരിപക്ഷത്തോടെ UDF വിജയിക്കുമെന്നുള്ള ഇതാണ് കാണുന്നത്. 9 സീറ്റിൽ 7 സീറ്റ് പൂർണ്ണമായി വിജയിക്കുമെന്ന് പറയുമ്പോൾ UDF വിജയിക്കുമെന്ന് പറയുമ്പോൾ ബാക്കി 2 സീറ്റിലും എങ്ങനെയാകുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും സജി ചെറിയാന്റെ നില വളരെ മോശമാണ്. അവിടെ അഡ്വക്കേറ്റ് അബി കുര്യാക്കോസ് കോൺഗ്രസിന്റെ പഴയ നേതാവാണ്. അദ്ദേഹം അട്ടിമറി വിജയം ചെങ്ങന്നൂരിൽ നേടിയെടുക്കുമെന്നുള്ള വിശ്വാസം എന്നുള്ള കാര്യമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഈ ആലപ്പുഴ ജില്ല CPM-നെ വലിയ പ്രതിരോധത്തിലാക്കുമെന്നുള്ള കാര്യം സംശയമില്ല. ഇതേപോലെയാണ് കോഴിക്കോട് ജില്ല 13 സീറ്റാണുള്ളത്. ഈ 13 സീറ്റിൽ 10 സീറ്റ് മിനിമം UDF നേടുമെന്ന് ആരാ പറയുന്നത്? CPM ആണ് പറയുന്നത്. CPM-ന്റെ ഈ റിപ്പോർട്ട് വളരെ ഞെട്ടിക്കുന്നതാണ്. അതായത് വടകര ഏരിയയുടെ ഒറ്റ സീറ്റ് പോലും CPM-ന് കിട്ടില്ല. കഴിഞ്ഞ തവണ ഒരു സീറ്റ് ഒഴികെ ബാക്കി എല്ലാ സീറ്റും CPM ആണ് നേടിയിട്ടുള്ളത്. CPM-ഓ LDF ആണോ നേടിയിട്ടുള്ളത്? അതിൽ ഏറ്റവും പ്രധാനം വടകര തന്നെ KK രമ, രണ്ടാമത് നാദാപുരത്ത് അഭിജിത്താണ് അവിടെ മത്സരിക്കുന്നത്. ക്രൂരമായി മർദ്ദനമേറ്റ ഒരു KSU ലീഡറാണ്. അദ്ദേഹം ഇത്തവണ വിജയിക്കുമെന്ന് എല്ലാവരും പറയുകയാണ്. കുറ്റ്യാടിയും പേരാമ്പ്രയും UDF വിജയിക്കുന്നു. പേരാമ്പ്രയിൽ നമുക്കറിയാം ഫാത്തിമ തസ്ലീനെയാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയപ്പം ഏറ്റവും വലിയ വിവാദമായ ഇതില്ലേ സ്ട്രോങ് റൂം തുറന്നു എന്ന് പറയുന്ന വോട്ട് പെട്ടികൾ കൊണ്ടുവച്ച ഇലക്ഷൻ മെഷീൻ കൊണ്ടുവച്ച ആ റൂം തുറന്നു എന്ന് പറയുന്ന വിവാദമുണ്ട്. എന്തായാലും അവിടെ വലിയ അട്ടിമറികൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതേപോലെ കൊയിലാണ്ടിയിലെ DCC പ്രസിഡന്റ് തന്നെ വിജയിക്കും എന്നാണ് പറയുന്നത്. കോഴിക്കോടേക്ക് കടന്നു കഴിഞ്ഞാൽ ബാലുശ്ശേരിയാണ് പിന്നീടുള്ളത്. ബാലുശ്ശേരിയും ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് 15,000 വോട്ടിന്റെ പിന്നിലായിരുന്നു. അവിടെയാണ് സച്ചിൻ ദേവ്, ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സച്ചിൻ ദേവ് മത്സരിക്കുന്നത്. ഇതേപോലെയാണ് എലത്തൂരില് ഒരു ടഫ് ഫൈറ്റ് ആണെന്നാണ് CPM റിപ്പോർട്ട് പറയുന്നത്. അവിടെ കൈവിട്ട് പോകാൻ സാധ്യതയുണ്ടെന്നുള്ള അതിൻ്റെ ഏറ്റവും പ്രധാന വൃദ്ധനായ മന്ത്രി ആരോപണ വിധേയനായി. മന്ത്രി എന്തിനാണ് വീണ്ടും നിർത്തിയത് എന്നുള്ള ആരോപണമാണ് അവിടെ നിന്ന് CPM പ്രവർത്തകർക്കുള്ളത്. ആ സീറ്റ് തന്നെ CPM ഏറ്റെടുക്കണം. CPM-ന്റെ ശക്തി കേന്ദ്രമാണ് ഇലത്തൂര്. പിന്നെ എന്തിനാണ് ഇവർക്ക് കൊടുത്തത് എന്നുള്ള ആരോപണമാണുള്ളത്. അതോടൊപ്പം തന്നെയാണ് കോഴിക്കോട് 1ഉം 2-ല് തോട്ടത്തിൽ രവീന്ദ്രനെ കുറിച്ച് നല്ല അഭിപ്രായമാണെങ്കിലും ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞ 5 വർഷമായിട്ട്. പുതിയതായി വന്ന ജയന്ത്, UDF സ്ഥാനാർത്ഥി ജയന്ത് അവിടെ ശക്തമായ മത്സരം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഈക്വൽ ഫൈറ്റാണ് ജയന്തിനോട്. അതേപോലെ സൗത്ത് മണ്ഡലത്തിൽ വലിയ തോതിലുള്ള വലിയ അട്ടിമറികൾ നടക്കുന്നു. അവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം UDF-ന് അനുകൂലമായിരുന്നു. നോർത്തിലാണെങ്കിൽ LDF-ന് അനുകൂലമായിരുന്നു. ഈ 2 മണ്ഡലങ്ങളിൽ UDF-ന് ഒരു മണ്ഡലം ഉറപ്പായിട്ട്, മറ്റേ മണ്ഡലം ടഫ് ഫൈറ്റ് ആണെന്ന് പറഞ്ഞത് ബേപ്പൂരാണ് പിന്നെ ഉള്ളത്. ബേപ്പൂരിൽ അൻവർ ചെറിയതായിട്ടുള്ള മത്സരമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. 1313 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ളത്, LDF-ന് കിട്ടിയിട്ടുള്ളത്. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021-ലെ 28,000-ന് ഭൂരിപക്ഷം ആർക്കുണ്ടായിരുന്നു? നമ്മുടെ റിയാസിനുണ്ടായിരുന്നു. റിയാസിനെതിരെ അവിടെ CPM-നുള്ളിൽ ശക്തമായ അട്ടിമറികൾ നടന്നു എന്നുള്ളതാണ്
വിലയിരുത്തുന്നത്. PV അൻവർ ചെറുതൊന്നുമല്ല അവിടെ ഭീഷണിയായി മാറി CPM-നുള്ളിൽ വലിയ വിള്ളലുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത്. കുന്നമംഗലം, പിന്നെ കൊടുവള്ളി, തിരുവമ്പാടിയാണ് ബാക്കി 3 സീറ്റുകൾ പ്രധാനമായിട്ട്. ഈ കുന്നമംഗലത്ത് UDF വിജയിക്കും എന്നുള്ളത് കൊടുവള്ളിയിലും അതേപോലെ തിരുവമ്പാടിയിലും UDF വിജയിക്കുമെന്ന് തന്നെ കൃത്യമായിട്ടുള്ള കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും 13-ൽ 11 സീറ്റ് വരെ 10 സീറ്റ് ഉറപ്പായിട്ടും UDF വിജയിക്കും എന്ന് പറയുന്ന സ്ഥലമാണ് CPM റിപ്പോർട്ടിലുള്ളത്. അതായത് 33 സീറ്റിൽ 25 സീറ്റും UDF നേടുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ ഈ 3 ജില്ലകളിലായിട്ട് UDF നേടിയിട്ടുള്ളത് എത്ര സീറ്റ് അറിയാമോ? 5 സീറ്റാണ്. ആ 5 സീറ്റ് പകരം തവണ LDF നേടാം. പകരം ഇത്തവണ UDF മിനിമം 25 അല്ലെങ്കിൽ 30 വരെ സീറ്റുകൾ നേടാമെന്നാണ് ആരുടെ കണക്ക്? CPM-ന്റെ കണക്ക്. CPM-ന്റെ ശക്തി ദുർഗങ്ങളാണ് ഈ 3 ജില്ലകൾ. എല്ലാ കാലത്തും CPM-നോടൊപ്പം നിന്ന് ഇടതുപക്ഷത്തോടെ നിന്ന കൊല്ലവും ആലപ്പുഴയും അതേപോലെ കോഴിക്കോടും. കണ്ണൂരാണ് ഏറ്റവും വലിയ ശക്തിയുള്ള സ്ഥലമെങ്കിലും സീറ്റുകളുടെ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ കോഴിക്കോടാണ് CPM-ന്റെ ഏറ്റവും ശക്തിയുള്ള സ്ഥലം എന്ന് പറയാൻ പറ്റുക. ആ 3 സ്ഥലങ്ങളും ഒരേപോലെ ഇത്തവണ മാറുമ്പോൾ CPM-ന്റെ അടിത്തറ തന്നെ പൊളിയുകയാണ്. ആ അടിത്തറ പൊളിയുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് CPM മാറുകയാണ്. ഈ 3 ജില്ലകളിലും ഏറ്റവും അധികം എഫക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ VS അച്യുതാനന്ദന്റെ എഫക്റ്റ് വല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് ആണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ CPM-ന്റെ അടിത്തറ പൊളിച്ചില്ലാതാക്കാൻ സഹായിച്ചിട്ടുള്ളത് പിണറായി വിജയന്റെ ഭരണവും ഭരണവിരുദ്ധ വികാരം, അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും സ്വർണ്ണക്കൊള്ളയും ഇതേപോലെ വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ചുള്ള ന്യൂനപക്ഷ ഏകീകരണം എല്ലാം ഉണ്ടാക്കി പിണറായി വിജയന്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഈ 3 ജില്ലകൾ പോകുന്നത് എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.